CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പാർക്കാടി പൂരത്തിന് കൊടിയേറി. കാലത്ത് വിശേഷാൽ പൂജകൾക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം. ജനുവരി 19 ഞായറാഴ്ചയാണ് പൂരാഘോഷം. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ചൊവ്വാഴ്ച രാവിലെ ജാറം പരിസരത്ത് മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ പതാക ഉയർത്തി. പുതുപുത്തനായി പുത്തൻകുളം. നവീകരിച്ച ചെമ്മണ്ണൂർ പ്രദേശത്തെ പുത്തൻകുളം ബുധനാഴ്ച നാടിന് സമർപ്പിക്കും. അണ്ടത്തോട് തങ്ങൾപ്പടി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി പാവർട്ടി വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം വടക്കാഞ്ചേരി മലാക്ക സ്വദേശി KR രാജേഷിന് ലഭിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെയും ലിറ്റററി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ക്ലാസ് റൂം ലൈബ്രറികൾ രൂപീകരിച്ചു. കേച്ചേരി ആക്ട്സിന് സഹായവുമായി നന്മ ഖത്തർ കൂട്ടായ്മ. കേച്ചേരിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കൂട്ടായ്മയാണ് നന്മ കേച്ചേരി കൾച്ചറൽ സെന്റർ. പുന്നയൂർ അവിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 4 ദിവസങ്ങളിലായി വടുതല വട്ടംപാടം ഫരീദ് ഔലിയ നഗറിൽ നടത്തിവന്നിരുന്ന കാഞ്ഞിരമറ്റം ഷൈഖ് ഫാരിദുദ്ദീൻ ഉറൂസ് മുബാറക്ക് സമാപിച്ചു. കടവല്ലൂർ വടക്കുമുറി റോഡിന്റെ റീടാറിംഗ് SDPI പ്രവർത്തകരും നാട്ടുകാരും കൂടി തടഞ്ഞു. പഞ്ചായത്തിലെ കടവല്ലൂർ ഇന്ദിരാജി വടക്കുമുറി റോഡിലെ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാനെടുത്ത കുഴികളുടെ മുകളിലൂടെ നടത്തിയ റീടാറിംഗ് ആണ് SDPI പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് NK മജീദ്, കടവല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസിനായുള്ള ആദ്യഘട്ട കൂപ്പണുകൾ വിതരണം ചെയ്തു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തയ്യൂർ ശ്രീ ലോകരത്തിക്കാവ് ക്ഷേത്രത്തിലെ വാദ്യകലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറ്റം നടന്നു. പൈങ്കുളം രതീഷിന്റെ കീഴിൽ മേളം അഭ്യസിച്ച 14 കുട്ടികളാണ് ദേവി സന്നിധിയിൽ അരങ്ങേറ്റം നടത്തിയത്. മന്ദലാംകുന്ന് ഗവൺമെന്റ് ഫിഷറീസ് UP ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളുടെ ക്യാപ്പിംഗ് സെറമണി നടത്തി. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെയും വനിതാ വിങ്ങിന്റെയും നേതൃത്വത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്ത് 4ാം വാർഡ് പുതിരുത്തിയിൽ 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയായ റോയൽ റോഡ് നാടിന് സമർപ്പിച്ചു. മകരച്ചൊവ്വ ദിനത്തിൽ ദേവീപ്രീതിക്കായി പ്രദേശത്തെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പൊങ്കാല സമർപ്പണം നടന്നു. പ്രത്യേക പൂജകളോടെയാണ് മകരച്ചൊവ്വ ആഘോഷിക്കുന്നത്. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ 14ാമത് മെഗാ ബൈബിൾ കിസ് ഫലം പ്രഖ്യാപിച്ചു. വേലൂർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി. പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര സന്നിധിയിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി നടത്തി. കോട്ടപ്പടി സെല്ലാസസ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അധ്യാപകനായ സാബു M വർഗീസും ചേർന്ന് തയ്യാറാക്കിയ പുതിയ നിയമം കൈയെഴുത്ത് പ്രതി ഫാദർ ഫിജോ മേലിട്ട് പ്രകാശനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ 2025 മെമ്പർഷിപ്പ് വിതരണത്തിന്റെ കടങ്ങോട് പഞ്ചായത്ത് തല ഉദ്ഘാടനം പാറപ്പുറം വായനശാല പരിസരത്ത് നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.